ഇന്ന് നമ്മൾ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനവും ബാല്യകാല ജീവിതവുമാണ് മനസ്സിലാക്കുന്നത്. അമ്മേ മാതാവേ, അമ്മയെപ്പറ്റി ധ്യാനിക്കുന്ന ഞങ്ങളെ അമ്മയുടെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞ് അവിടുത്തെ തിരുപുത്രനോട് ചേർത്ത് നിർത്തണമേ. മാലാഖയിൽ നിന്നും അരുളപ്പാട് സ്വീകരിച്ച യോവാക്കിമും അന്നയും സ്വഭവനത്തിൽ തിരിച്ചെത്തി വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ജീവിച്ചു. അന്ന ഗർഭിണിയായി തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്ത് അന്ന സദാസമയവും ദൈവത്തിരുമുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലം തികഞ്ഞപ്പോൾ അന്ന ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവ സമയത്ത് തൻ്റെ വിശുദ്ധി നിമിത്തം അന്നയ്ക്ക് അല്പം പോലും വേദന അനുഭവപ്പെട്ടില്ല. മറിച്ച് പാപമില്ലാത്തവളെ വഹിച്ചതിൻ്റെ ആനന്ദ പാരവശ്യം അനുഭവിച്ചു. 9-ാം ദിവസം ബന്ധുജനങ്ങളെല്ലാം യോവാക്കിമിൻ്റെ ഭവനത്തിൽ ഒന്നിച്ചുകൂടി. ദൂതൻ നിർദ്ദേശിച്ച പ്രകാരം കുഞ്ഞിന് യോവാക്കിം മറിയം എന്ന പേരിട്ടു. 80-ാം ദിവസം മോശയുടെ വിധിപ്രകാരം യോവാക്കിമും അന്നയും ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് കാഴ്ചകൾ അർപ്പിച്ചു. 3 വയസ്സ് തികയുമ്പോൾ കുഞ്ഞിനെ ദേവാലയ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. കുഞ്ഞിനെ ശുശ്രൂഷിക്കുവാൻ നിർമ്മലരായ കന്യകമാരെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. കുഞ്ഞിന് 1 വയസ്സ് തികഞ്ഞപ്പോൾ യോവാക്കിം ബന്ധുജനങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി. കുട്ടിക്ക് 3 വയസ്സ് തികഞ്ഞപ്പോൾ തൻ്റെ സ്വജാതിയിൽപ്പെട്ട വിശുദ്ധരായ കന്യകമാർ കുട്ടിയെ മുൻപിൽ നടത്തി തിരികൾ കത്തിച്ചു പിടിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ മാതാപിതാക്കളോടൊപ്പം അന്നയുടെ ഇളയ സഹോദരിയായ എലിസബത്തും കൂടെയുണ്ടായിരുന്നു. ദേവാലയത്തിൽ ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഭർത്താവും പുരോഹിതനുമായിരുന്ന സഖറിയായും ആചാര്യന്മാരും മറ്റന്തേവാസികളും ചേർന്ന് മറിയത്തെ സസന്തോഷം സ്വീകരിച്ച് ദൈവത്തെ സ്തുതിച്ചു. യോവാക്കിമും അന്നയും നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് മറിയത്തെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്വഭവനത്തിലേക്ക് മടങ്ങി. അന്നത്തെ യഹൂദ പാരമ്പര്യമനുസരിച്ച് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നവർ ദേവാലയത്തിൽ താമസിച്ച് ദൈവത്തെ ആരാധിച്ചും ദേവാലയ ശുശ്രൂഷകളിൽ സഹായിച്ചും ജീവിച്ചു വന്നിരുന്നു. ഒരു മാടപ്പിറാവിനെ പോലെ മറിയം ദേവാലയ അന്തഃപുരത്തിൽ പാർത്തു. അവിടുത്തെ വിശുദ്ധ സ്ത്രീകൾ അവളെ തുന്നൽ, നൂൽനൂൽപ്പ്, നെയ്ത്ത് തുടങ്ങിയവയും പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, ന്യായപ്രമാണങ്ങൾ തുടങ്ങിയവയും അഭ്യസിപ്പിച്ചു. മാലാഖമാരോട് സംഭാഷിച്ചും ദൈവിക ശ്രേഷ്ഠന്മാരിൽ നിന്ന് അരുളപ്പാടും സ്വീകരിച്ച് വിശുദ്ധിയിൽ വളർന്നു വന്ന മറിയത്തിന് 12 വയസ്സ് തികയുന്നതിന് മുൻപ് അവളുടെ മാതാപിതാക്കൾ മരണമടഞ്ഞു.